നമസ്കാരം, വിജയാണ്. അപ്പോൾ പുരുഷവന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീവന്ധ്യതയുടെ ഒപ്പമോ അതിലധികമോ ആയി ഇപ്പൊ കാണുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ഭക്ഷണ ജീവിത രീതി, ഉറക്കമില്ലായ്മ, മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം, അങ്ങനെ തുടങ്ങി ഇന്നത്തെ ഈ എൻവയൺമെന്റ് നിങ്ങളുടെ വന്ധ്യതയെ ഉയർത്തുന്ന, അതായത് വന്ധ്യത എന്നുള്ള അവസ്ഥ, അതായത് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇല്ലാതെ വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പുരുഷനെയും സ്ത്രീയെയും. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവിതശൈലി ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ശരീരത്തിന്റെ അവസ്ഥയെ ഒരുക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ വെള്ളം കുടി, അതായത് വെള്ളം ഒരു 3 ലിറ്റർ കുടിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ് ഉൾപ്പെടുത്തുക. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് തവിടുള്ള അരി കൊണ്ടുള്ള പലഹാരങ്ങൾ, അതുപോലെ തന്നെ ചീര, നമ്മുടെ മുരിങ്ങയില, മുരിങ്ങക്ക, മുളപ്പിച്ച എള്ള്, ശർക്കര. മുളപ്പിച്ച എള്ളും ശർക്കരയും തേങ്ങയും കൂടെ ഒരു നേരം ചെറിയൊരളവിൽ കഴിക്കുക. പിന്നെ ആരോ റൂട്ട് പൗഡർ ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്നതിന്, അല്ലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കഞ്ഞി ആയിട്ട് കുടിക്കുക. ഇപ്പം 3 നേരം വേവിച്ച ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ കഞ്ഞി കുടിക്കാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ സാലഡും സൂപ്പും ചമ്മന്തിയും ഉൾപ്പെടുത്തുക. രാവിലെ ഫ്രൂട്ട് ബൗൾ ആക്കുക. അത്താഴത്തിന് സാലഡ് തന്നെ ആക്കുക. അതെ, ഒന്നുകൂടെ ക്രമീകരിച്ച് പറയാം. പുലർച്ചെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല വെള്ളം കുടിക്കുക. അതോടൊപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി അളവിൽ ശർക്കരയും മുളപ്പിച്ച എള്ളും തേങ്ങയും കൂടെ കഴിക്കുക. അതിനുശേഷം ഒരു ബൗൾ ഫ്രൂട്ട്സ്, അത് എന്തുവാകാം, പപ്പായ ആകാം, പഴമാകാം, തണ്ണിമത്തനാവാം, എന്തുവാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിനെ ഉൾപ്പെടുത്തുക. സീസണൽ ഫ്രൂട്ടിനെ ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലത്. പിന്നെ 11 മണിക്കോ വല്ലതും നിങ്ങൾക്ക് വിശക്കോ ദാഹിക്കോ ചെയ്താൽ 2 പഴം കഴിക്കാം, ഇളനീരുണ്ടെങ്കിൽ അത് കുടിക്കാം. ഉച്ചയ്ക്ക് ഒറ്റ ചെറിയൊരു കപ്പിൽ ഒരു ബ്രൗൺ റൈസിൻ്റെ ചോറ്, ഒരു അവിയൽ, അല്ലെങ്കിൽ സമാനമായിട്ട് എന്തെങ്കിലും ഒരു തോരൻ, ഒരു ബീട്രൂട്ട് തോരനോ ഒരു ബീൻസ് തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ഒഴിച്ചുകറി ഉൾപ്പെടുത്തുമ്പോൾ ഒരു ഒഴിച്ചുകറി എന്തായാലും ഒരു മനുഷ്യന് വേണമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ മത്തൻ, കുമ്പളം, വെള്ളരി ഈ വക സാധനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തേങ്ങ അരച്ചൊരു കറിയാകുക. മുളക് പൊടി എന്ന് പറയുന്നത് മാറ്റി നിർത്തുക. ജീവിതത്തിൽ നോൺ വെജും മാറ്റി നിർത്തുക. വൈകുന്നേരം ചായ നിർബന്ധമുള്ളവർക്ക് അളവ് കുറച്ചൊരു ചായ കുടിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇളനീര് കുടിക്കുക. വൈകുന്നേരം എല്ലാ ദിവസവും വെജിറ്റബിൾ സാലഡും സൂപ്പും ആക്കുക. ആ സൂപ്പിൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ചെറിയൊരളവിൽ ആറോ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ കൂവപ്പൊടി ഉൾപ്പെടുത്തുക. അപ്പം ഇങ്ങനെ ഒരു ഭക്ഷണക്രമം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ താപനില സ്വാഭാവികമാകും. നിങ്ങളുടെ ശരീരത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കും. നിങ്ങളുടെ ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിങ്ങൾക്ക് തരും. അപ്പം ഭക്ഷണത്തിലൂടെ എങ്ങനെയാണ് നിങ്ങൾ ആരോഗ്യം നിലനിർത്തേണ്ടതും ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആരോഗ്യം കൊണ്ടുപോകേണ്ടതെന്നും അറിയാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ നമ്പറിൽ 6235203628. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അടുത്ത ദിവസങ്ങളിൽ പഠിച്ച് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.